ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാഠം 4, ഈ തെറ്റിന് ശിക്ഷയില്ല, ഭാഗം 2. ഈ പാഠത്തിന്റെ ആദ്യ ഭാഗം മറ്റൊരു വീഡിയോയായി ചെയ്തിട്ടുണ്ട്. ബാക്കി പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ആദ്യത്തെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. തെങ്ങിന്റെ ആത്മകഥയാണ് തന്നിരിക്കുന്നത്. തെങ്ങ്. ഞാൻ തെങ്ങ്. എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. കേരളത്തിൽ ധാരാളമായി എന്നെ കാണാം. തേങ്ങ ചേർത്തല്ലേ നിങ്ങൾ പലതരം പലഹാരങ്ങളും കറികളും ഉണ്ടാക്കുന്നത്. എന്റെ ഓല കൊണ്ട് നിങ്ങൾക്ക് പലതരം കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാം. വീട് മേയാനും ചൂലും പായയും ഉണ്ടാക്കാനും ഓല ഉപയോഗിക്കും. ക്ഷീണമകറ്റാനും ദാഹം തീർക്കാനും നിങ്ങൾ ഇളനീർ കഴിക്കുന്നു. എനിക്ക് ചില്ലകളില്ല. എന്റെ എല്ലാ ഭാഗങ്ങളും വിറകിനു പറ്റും. കേരവൃക്ഷം. കേരവൃക്ഷം എന്നാൽ എന്താണ്? തെങ്ങ് തന്നെയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് തെങ്ങ് നമ്മോട് പറയുന്നത്? തെങ്ങ് കൊണ്ട് നമുക്കുള്ള പ്രയോജനങ്ങളെക്കുറിച്ചാണ് പറയുന്നതല്ലേ. തേങ്ങ ചേർത്താണ് നമ്മൾ പലതരം പലഹാരങ്ങളും കറികളും ഉണ്ടാക്കുന്നത്. തെങ്ങിന്റെ ഓല കൊണ്ട് പലതരം കളിപ്പാട്ടം ഉണ്ടാക്കാം. വീട് മേയാനും ചൂലും പായയും ഉണ്ടാക്കാനും ഓല ഉപയോഗിക്കും. ക്ഷീണം അകറ്റാനും ദാഹം തീർക്കാനും ഇളനീർ ഉപയോഗിക്കുന്നു. തെങ്ങിന് ചില്ലകളില്ല. ഒറ്റത്തടിയുള്ള വൃക്ഷമാണ് തെങ്ങ്. തെങ്ങിന്റെ എല്ലാ ഭാഗങ്ങളും വിറകിന് പറ്റും. ഇതാര് പറയുന്നതായിട്ടാണ് എഴുതിയിട്ടുള്ളത്? തെങ്ങ് പറയുന്നതായിട്ടാണല്ലേ. ഇതുപോലെ ഒരു സസ്യത്തെക്കുറിച്ച് കൂട്ടുകാർ എഴുതണം. ഏത് സസ്യത്തെക്കുറിച്ച് നമുക്ക് എഴുതാം? വാഴ സ്വന്തം കഥ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? എഴുതി നോക്കൂ. എങ്ങനെ എഴുതാം? ആദ്യം ഒരു തലക്കെട്ട് വേണമല്ലേ. തെങ്ങ് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. വാഴയുടേത് എഴുതുമ്പോൾ വാഴ. വാഴ എന്താ പറയാ? ഞാൻ വാഴ. എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. കേരളത്തിൽ ധാരാളമായി എന്നെ കാണാം. വാഴപ്പഴം എല്ലാവർക്കും ഇഷ്ടമാണ്. എന്റെ ഇല ഭക്ഷണം കഴിക്കാനും ഭക്ഷണം പൊതിയാനും ഉപയോഗിക്കുന്നു. എന്റെ കായും തണ്ടും പൂവുമെല്ലാം ഭക്ഷ്യയോഗ്യമാണ്. എനിക്ക് ചില്ലകളില്ല. നട്ടുവളർത്താം. ചിരട്ടയിൽ വിത്തു നട്ട് അവ വളരുന്നത് നിരീക്ഷിക്കൂ. കാണാൻ കഴിഞ്ഞ മാറ്റങ്ങൾ എഴുതൂ. വേഗം മുളയ്ക്കുന്ന പയർ വിത്തുകൾ നടുന്നതായിരിക്കും നല്ലത്. കൂട്ടുകാർ വിത്തു നട്ട് ഓരോ ദിവസവും അവയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ചെഴുതുമല്ലോ. എഴുതണം. എത്ര സസ്യങ്ങൾ? നിങ്ങളുടെ പരിസരത്ത് എത്ര സസ്യങ്ങളുണ്ട്? അവയുടെ പേരുകൾ പട്ടികപ്പെടുത്തൂ. തുളസി, ചീര, മുരിങ്ങ, മുളക്, പപ്പായ, തക്കാളി, മറ്റേതെല്ലാം സസ്യങ്ങളാണ്? കൂട്ടുകാർ എഴുതി നോക്കൂ. കാട്ടിലെ കൃഷി. ചെടികൾ നട്ടതുകൊണ്ടല്ലേ രാജാവ് നമ്മളെ വെറുതെ വിട്ടത്. ഇനിയുള്ള കാലം നമുക്ക് പറ്റുന്നതൊക്കെ കൃഷി ചെയ്താലോ? ചിണ്ടന്റെ അഭിപ്രായത്തോട് മറ്റു ജീവികളും യോജിച്ചു. കാട്ടിൽ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ അവർ പല കൃഷികളും ചെയ്തു. പഴവും പച്ചക്കറികളും പൂക്കളും കിഴങ്ങുകളും ധാരാളമായി വിളഞ്ഞു. ഇത് ആവശ്യത്തിലേറെയുണ്ടല്ലോ. മിച്ചമുള്ളത് ചന്തയിൽ വിറ്റുകൂടെ? നല്ല വിലയും കിട്ടും. കറുമ്പിക്കാക്ക പറഞ്ഞു. ചിണ്ടനും കൂട്ടരും എന്തെല്ലാമാണ് കൃഷി ചെയ്തത്? പഴവും പച്ചക്കറികളും പൂക്കളും കിഴങ്ങുകളുമെല്ലാം കൃഷി ചെയ്തു.
കൃഷി ചെയ്തു കഴിഞ്ഞപ്പോഴോ അവർക്ക് ആവശ്യത്തിലധികം വിളവ് ലഭിച്ചു. ബാക്കിയുള്ളത് ചന്തയിൽ വിൽക്കാൻ അവർ തീരുമാനിച്ചു. ചന്തയിൽ വിറ്റാലോ നല്ല വിലയും കിട്ടും. കറുമ്പിക്കാക്ക പറഞ്ഞു. വരുമാനത്തിനു വേണ്ടി നാം എന്തെല്ലാമാണ് കൃഷി ചെയ്യുന്നത്? എന്തെല്ലാമാണ് കൂട്ടുകാരെ? പഴങ്ങൾ, പച്ചക്കറികൾ, പൂക്കൾ, കിഴങ്ങുകൾ, മത്സ്യകൃഷി. വേറെ എന്തെല്ലാമാണ് വരുമാനത്തിനു വേണ്ടി നാം കൃഷി ചെയ്യുന്നത്? കൂട്ടുകാർ കണ്ടെത്തി എഴുതണേ. ഈണത്തിൽ പാടാം. നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഈ കവിത ആരാണ് എഴുതിയതെന്നറിയാമോ കൂട്ടുകാരെ? പ്രശസ്ത കവയിത്രി സുഗതകുമാരിയാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. എന്താണ് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, നമ്മുടെ അമ്മയായ പ്രകൃതിക്ക് വേണ്ടി ഒരു തൈ നടാം. പിന്നെയോ ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. എന്തിനാണ് നമ്മൾ തൈകൾ നടുന്നത്? നല്ല ശുദ്ധവായു ലഭിക്കാൻ. പിന്നെയോ മഴയ്ക്കായി, തണലു കിട്ടാൻ, തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. എഴുതാം. താഴെ കൊടുത്ത അക്ഷരങ്ങൾ ചേർന്ന് വരുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതുക. ഏതൊക്കെ അക്ഷരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്? ജ്ഞ, സ്ത, ശ, ഷ്ട, സ്ത, ഇപ്പ, ഇക്ഷ, ദ, വൃ, സ്ത്ര, ത്ര, വ്യ, ക്ഷ, ഇന്ദ എന്നീ അക്ഷരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ വാക്കുകളാണ്? ജ്ഞ, അഗ്നി, ജ്ഞ, അഗ്നി. സ്ത, വ്യത്യസ്തം, സ്ത, വ്യത്യസ്തം. ശ, മുത്തശ്ശി, ശ, മുത്തശ്ശി. ഷ്ട, കഷ്ടം, ഷ്ട, കഷ്ടം. സ്ത, സ്വസ്ഥം, സ്ത, സ്വസ്ഥം. ഇപ്പ, അല്പം, അല്പം. ക്ഷ, ക്ഷമ, ക്ഷ, ക്ഷമ. ദ, ശബ്ദം, ദ, ശബ്ദം. വൃ, വൃക്ഷം, വൃ, വൃക്ഷം. സ്ത്ര, വസ്ത്രം, സ്ത്ര, വസ്ത്രം. ത്ര, പത്രം, ത്ര, പത്രം. വ്യ, വ്യക്തി, വ്യ, വ്യക്തി. ഴ്ച, ആഴ്ച, ഴ്ച, ആഴ്ച. ന്ത, വരാന്ത, ന്ത, വരാന്ത. ആരാണ് കേമൻ? സവിശേഷതകൾ കണ്ടെത്തി എഴുതൂ. ആരെയൊക്കെയാണ് തന്നിരിക്കുന്നത്? വാഴ, തെങ്ങ്. വാഴയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് കൂട്ടുകാരെ? വാഴ പഴം തരുന്നു. വാഴയുടെ തണ്ടും പൂവും കറി വയ്ക്കാൻ ഉപയോഗിക്കുന്നു.
വാഴയുടെ ഇല ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നു. വേറെ എന്തെല്ലാമാണ്? എഴുതി നോക്കൂ. അടുത്ത ആളാരാണ്? തെങ്ങാണ്. തെങ്ങിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? തെങ്ങ് ധാരാളം തേങ്ങ നൽകുന്നു. തേങ്ങയിൽ നിന്നും വെളിച്ചെണ്ണ ലഭിക്കുന്നു. തെങ്ങിന്റെ ഓല വീട് മേയാൻ ഉപയോഗിക്കുന്നു. തെങ്ങിന്റെ തടി വിറകായി ഉപയോഗിക്കുന്നു. വേറെ എന്തെല്ലാമുണ്ട്? എഴുതി നോക്കൂ. മുത്തശ്ശിമാവ് കഥ പറയുന്നു. നമുക്ക് മുത്തശ്ശിമാവ് പറയുന്ന കഥ കേൾക്കാം. കുട്ടികളെ, എല്ലാവരും കളിച്ചു തളർന്നോ? ഇനി ഇത്തിരി നേരം എൻ്റെ തണലിൽ വന്നിരുന്നോളൂ. ഞാൻ നിങ്ങൾക്ക് എൻ്റെ കഥ പറഞ്ഞു തരാം. ഒരുപാട് കാലം മുമ്പ് അതാ ആ കാണുന്ന വയലിൻ്റെ അക്കരെ ഒരു മാവുണ്ടായിരുന്നു. പടർന്നു പന്തലിച്ചു നിന്ന ഒരു തേന്മാവ്. അതായിരുന്നു എൻ്റെ അമ്മ. അമ്മ മാവിൻ്റെ ഉച്ചിയിലെ ഒരു ഉണ്ണിമാങ്ങയായിരുന്നു ഞാൻ. മാസങ്ങൾക്കു ശേഷം ഞാൻ ഒരു മുഴുത്ത മാമ്പഴമായി. അന്നൊക്കെ എന്നെ കാണേണ്ടതായിരുന്നു. മഞ്ഞയും ഓറഞ്ചും കലർന്ന് തുടുത്ത ഒരു മാമ്പഴം. ഞങ്ങൾ കൂട്ടുകാരെല്ലാം കാറ്റിലാടി രസിച്ചു കഴിഞ്ഞ കാലം. ഞങ്ങളെല്ലാം ഒരു കുലയിൽ മുട്ടിയിരുന്ന് തമാശകൾ പറഞ്ഞ് രസിക്കുകയായിരുന്നു. അപ്പോഴാ അതു സംഭവിച്ചത്. ഒരു കാക്ക വന്ന് എന്നെ ഒരു കൊത്ത്. പുതും! ഞാൻ ഞെട്ടറ്റു താഴെ. മാഞ്ചുവെട്ടിൽ കളിക്കുന്ന കുട്ടികൾക്ക് മുമ്പിലാണ് ചെന്നു വീണത്. അതിലൊരുത്തൻ ഓടി വന്ന് എന്നെ എടുത്തു. എന്റെ തേൻമധുരമൂറുന്ന ഭാഗങ്ങൾ കഷണങ്ങളാക്കി അവൻ കൂട്ടുകാർക്ക് പങ്കുവച്ചു. മാങ്ങേണ്ടി മാത്രം ബാക്കിയായി. അവനത് ഒരു കടലാസിൽ പൊതിഞ്ഞു കയ്യിൽ വച്ചു. ഇത് ഞാൻ വീട്ടുപറമ്പിൽ കുഴിച്ചിടും, ആ മിടുക്കൻ പറഞ്ഞു. അവൻ പറഞ്ഞതുപോലെ ചെയ്തു കേട്ടോ. മഴക്കാലമായി. മഴവെള്ളത്തിൽ നനഞ്ഞു കുതിർന്ന ഞാൻ മെല്ലെ മുളച്ചു പൊന്തി. ചുവപ്പ് കലർന്ന തവിട്ടു നിറമുള്ള ഇലകൾ. എന്നും അവൻ വന്നു തൊട്ടുനോക്കും. കാലം കുറെ കഴിഞ്ഞു. ഞാൻ വലുതായി. ഞങ്ങൾ വൻമരങ്ങൾ അങ്ങനെയാണ്. ഒരുപാട് വളരും. കൊമ്പുകളും ചില്ലകളും വളർന്നപ്പോൾ പല പക്ഷികളും കൂടുകൂട്ടാനെത്തി. പക്ഷികൾ മാത്രമല്ല പാർക്കാനെത്തിയത്. അണ്ണാനും ചിതലിനും ചിലന്തിക്കും ഉറുമ്പിനുമൊക്കെ താമസിക്കാൻ ഞാൻ ഇടം നൽകി. കുട്ടികൾ എൻ്റെ തണലിലിരുന്നു കളിച്ചു, വിശ്രമിച്ചു. അവർക്കൊക്കെ ഞാൻ വയറു നിറയെ ചക്കര മാമ്പഴം കൊടുത്തു. ഇപ്പോൾ ഞാനൊരു മുത്തശ്ശിയായി. എൻ്റെ മക്കളും പേരക്കിടാങ്ങളും ഒക്കെ എവിടെയാണാവോ? എന്നാലും ഇനിയും കുറെ കാലം ഞാനുണ്ടാവും, തണലും മധുരവും തന്ന്. കൂട്ടുകാർക്ക് മുത്തശ്ശിമാവിൻ്റെ കഥ ഇഷ്ടമായോ? നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.